ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ രാമോജി റാവു ഫിലിം സിറ്റിയിലൂടെയുള്ള എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, രാമോജി ഫിലിം സിറ്റിയെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് കഴിഞ്ഞ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് ഇതുവരെ കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കണേ. അപ്പോഴേ ഈ യാത്രാ വിവരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും. അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ നേരെ ചിത്രീകരണങ്ങൾ തുടരുകയാണ്. സന്ദർശകരെല്ലാം ഫോണിൽ നോക്കിയും സൊറ പറഞ്ഞും സമയം ചിലവഴിക്കുകയാണ്. ഓൺലൈനായും അല്ലാതെയും ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കായി 2 കൗണ്ടറുകളാണ് ഇവിടെയുള്ളത്. ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസിൽ താല്പര്യമുണ്ടെങ്കിൽ അതും ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ബ്രോഷറിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളുമുണ്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ മാസ്ക് നിർബന്ധമാണ്. ഏതായാലും കുറച്ച് സമയം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടുത്തെ ഷോപ്പുകളുടെ ചിത്രീകരണത്തിലേക്കാണ് ഞാൻ പോകുന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നുള്ള സുവനിയർ ഷോപ്പ് എന്നു പേരുള്ള ഒരു വിൽപ്പന കേന്ദ്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. പുറത്തു തന്നെയായി തുണിത്തരങ്ങൾ സ്റ്റാൻഡുകളിലായി നിരത്തിയിട്ടിട്ടുണ്ട്. അവിടെ നിന്നും അകത്തേക്ക് കയറിയാൽ ക്യാപ്പുകളുടെ വലിയൊരു നിര തന്നെ കാണാം. കൂടാതെ രാമോജി ഫിലിം സിറ്റിയിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ ഓർമ്മയ്ക്കായി ഷോക്കേസിൽ വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസും ഇവിടെയുണ്ട്. വിൻറ്റേജ് ആഫ്രിക്കൻ സ്റ്റാച്യു, ബുദ്ധ സ്റ്റാച്യു, പിന്നെ രാമോജി ഫിലിം സിറ്റിയുടെ മുഖമുദ്രയായ ഈ ബസ്സുകളുടെ ആന്റിക് ടോയ്സുകളും ഇവിടെയുണ്ട്. ഏതായാലും ചെറിയൊരു ഷോപ്പിങ്ങിനുള്ള വക ഇവിടെ തന്നെയുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കണം. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതിനാൽ ഞാൻ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇവിടുത്തെ ജീവനക്കാരന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു സ്റ്റിക്കർ എടുത്ത് എൻ്റെ ദേഹത്ത് ഒട്ടിച്ചു തന്നു. ഞാനെടുത്ത പാക്കേജിൽ ഫുഡ് ആഡ് ചെയ്തിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ എത്തിയിട്ട് സെലക്ട് ചെയ്ത് കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. ആവശ്യത്തിന് മാത്രം ഓർഡർ ചെയ്താൽ മതിയല്ലോ. ആദ്യ കടമ്പ കഴിഞ്ഞെങ്കിലും രണ്ടാമത്തെ ജീവനക്കാരൻ എൻ്റെ കയ്യിലെ ക്യാമറയുടെ വലുപ്പം കണ്ടിട്ടാണാവോ എന്തോ എന്നോട് ക്യാമറ അകത്തേക്ക് കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ നിയമങ്ങളൊന്നും ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുമില്ല. എന്തായാലും അല്പസമയത്തെ വാക്പയറ്റ് കൊണ്ട് ചേട്ടൻ ഫ്ലാറ്റ്. അങ്ങനെ അദ്ദേഹത്തോടും നന്ദി പറഞ്ഞ് ഞാൻ കയറിപ്പോന്നു. ഇനി ഇവിടെ നിന്നും ഈ കാണുന്ന ബസ്സിലാണ് എൻ്റെ യാത്ര. ഞാൻ ബസ്സിൻ്റെ മുൻസീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു. നല്ലൊരു ചിത്രീകരണത്തിന് അതാണ് ഉത്തമം. സന്ദർശകരെല്ലാം ഏറെ ആവേശത്തിലാണ്. പ്രായഭേദമന്യേ ഒരുപാട് ആളുകളുണ്ട് ഈ ബസ്സിൽ. ഇദ്ദേഹമാണ് നമ്മുടെ സാരഥി. അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഇനിയുള്ള സന്ദർശകരെയും കാത്ത് ധാരാളം ബസ്സുകൾ ഇവിടെ നിരന്ന് കിടക്കുകയാണ്. രാമോജി ഫിലിം സിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ തുടക്കവും അവസാനവുമെല്ലാം ചെന്നെത്തുന്നത് ഇതിൻ്റെ സൃഷ്ടാവിലേക്കാണ്, രാമോജി റാവുവിലേക്ക്. അദ്ദേഹമാണ് ഈ അത്ഭുത ലോകം നിർമ്മിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവും മാധ്യമ സംരംഭകനുമായ അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ പെടപരിപ്പുടിയിൽ ഒരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത്. ദേശീയ ചലച്ചിത്ര അവാർഡും സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും തുടങ്ങി ഒട്ടനവധി ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ 2016 ഏപ്രിൽ 12 ശ്രീ രാമോജി റാവുവിനെ രാജ്യം പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. ചരിത്രമനുസരിച്ച് രാമോജി ഫിലിം സിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയ്ക്ക് സമാനമായ ഒരു ഫിലിം സ്റ്റുഡിയോയായി നിർമ്മിക്കുക എന്നത് രാമോജി റാവുവിന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ഇടതൂർന്ന മരങ്ങളും മലകളും കൊണ്ട് മൂടപ്പെട്ട ഈ ഭൂമിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. കാടുകളും പർവ്വത പ്രദേശങ്ങളും അടങ്ങുന്ന ഈ ഭൂമിയിലെ ഒരു മരമോ മലയോ നീക്കം ചെയ്യാതെയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. രാമോജി ഫിലിം സിറ്റി സൃഷ്ടിക്കപ്പെട്ട ഭൂമി ഏകദേശം 1666 ഏക്കറിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. രാമോജി ഫിലിം സിറ്റി കോംപ്ലക്സിന്റെ കലാസംവിധായകൻ നിതീഷ് റോയിയുടെ കൈകളിലാണ് ഫിലിം സിറ്റിയുടെ മാഗ്നം ഓപ്പസ് രൂപകൽപ്പന ചെയ്തത്. 2000 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഭൂമിയെ അദ്ദേഹം അത്ഭുതങ്ങളുടെ ഗംഭീരമായ ഒരു മായാലോകമാക്കി മാറ്റി. ഫിലിം സിറ്റിയുടെ മുഴുവൻ നിർമ്മാണവും പൂർത്തീകരിക്കാൻ വർഷങ്ങളെടുത്തു. 150 കോടി രൂപ ചെലവഴിച്ചാണ് ഈ മായികലോകം സൃഷ്ടിച്ചെടുത്തത്. സ്ക്രിപ്റ്റുമായി സ്റ്റുഡിയോയിൽ പ്രവേശിക്കുന്ന ഒരു സിനിമാ നിർമ്മാതാവിന് സിനിമ പൂർത്തിയാക്കി സ്റ്റുഡിയോ വിടണം എന്നുള്ളത് രാമോജി റാവു ഗാരുവിന്റെ എപ്പോഴത്തെയും ഒരു സ്വപ്നം കൂടിയായിരുന്നു. ആഗ്രഹിച്ചതുപോലെ തന്നെ 47 സൗണ്ട് സ്റ്റേജുകൾ, 50 സ്റ്റുഡിയോ നിലകൾ, 12 പവർ സബ്സ്റ്റേഷനുകൾ, പ്രിവ്യൂ തിയേറ്ററുകൾ, പ്രോപ്പ് വെയർ ഹൗസുകൾ, ഔട്ട്ഡോർ മൂവി സെറ്റുകൾ, മൂവി ലബോറട്ടറികൾ, ഒരു വലിയ സെൻട്രൽ കിച്ചൺ, ഗ്രീൻ ലാൻഡ്സ്കേപ്പുകൾ എന്നിവയോട് കൂടിയ ഫിലിം സിറ്റിയുടെ ഭവനം അദ്ദേഹം സാക്ഷാത്കരിച്ചു. ഡബ്ബിംഗ് സ്റ്റുഡിയോകൾ, മ്യൂസിക്കൽ തിയേറ്ററുകൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ തിയേറ്ററുകൾ, എഡിറ്റിംഗ്, പ്രോസസ്സിംഗ് ലാബുകൾ തുടങ്ങി
സിനിമയുടെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ഇവിടുത്തെ സ്റ്റുഡിയോ നൽകി. സിനിമാ നിർമ്മാണത്തിന് പുറമെ ആഡംബര ഹോട്ടലുകൾ, ഹരിത പ്രകൃതി ദൃശ്യങ്ങൾ, സ്റ്റണ്ട് ഷോകൾ, ആനന്ദകരമായ ഭക്ഷണം, പൂന്തോട്ടങ്ങൾ, ഷോപ്പിംഗ് സ്റ്റാളുകൾ, സായാഹ്ന പരേഡുകൾ, ആക്ടിവിറ്റി പാർക്കുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ രാമോജി ഫിലിം സിറ്റിയിൽ നമുക്ക് പര്യവേഷണം ചെയ്യാനുണ്ട്. രാമോജി ഫിലിം സിറ്റിയുടെ ആദ്യകാലത്ത് ക്രോക്കഡൈൽ 2, നൈറ്റ് ഫോൾ തുടങ്ങി നിരവധി ഹോളിവുഡ് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സിനിമയും ഏത് സമയത്തും എടുക്കാനുള്ള ഒരു ഫിലിം മേക്കറുടെ തിരഞ്ഞെടുപ്പാണ് രാമോജി ഫിലിം സിറ്റി. എന്തിനു ഹോളിവുഡിലേക്ക് പോകുന്നു? ലോകപ്രശസ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ബാഹുബലി വരെ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തത്. ബാഹുബലിയിലെ പ്രശസ്തമായ മഹിഷ്മതി സൈറ്റുകൾ ഇന്നും ഇവിടെയുണ്ട്. അങ്ങനെ ബസ് യാത്ര രാമോജി ഫിലിം സിറ്റിയുടെ പ്രധാന എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് ഫിലിം സിറ്റിയുടെ ആദ്യ കാഴ്ചകൾ തുടങ്ങുന്നത്.